ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 വനിതകൾ പുരസ്കാരം സ്വന്തമാക്കി. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ യുകെ അധികൃതരോട് ആശങ്ക പങ്കുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വേനൽക്കാലത്ത് സംസ്ഥാനത്ത് ഇക്കുറി ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്ന പ്രമേയത്തിൽ വനിതാ ശിശുവികസന മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സായുധ സേനകളിലും പോലീസിലും അംഗങ്ങളായവർ, ആശ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കും. ലോകബാങ്ക്, യുണിസെഫ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. സംസ്ഥാന സർക്കാരിന്റെ 2024 വനിതാ രത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വനിതാ കമ്മീഷൻ മുൻ അംഗം ടി ദേവി, 75 വയസ്സുകാരിയായ അത്ലറ്റിക് താരം കെ വാസന്തി, ലിംഗനീതിക്കായി നിരന്തരം പോരാടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിനയ എൻ, വിപ്ലവ ഗായിക പി കെ മേദിനി, വൈദ്യശാസ്ത്ര വിദഗ്ധ ഡോക്ടർ നന്ദിനി കെ കുമാർ, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വയനാട് സ്വദേശി ഷെറിൻ ഷഹാന എന്നിവർക്കാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഈ മാസം 11-ന് ആരംഭിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ലണ്ടൻ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ യുകെ അധികൃതരോട് ആശങ്ക പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. വിഘടനവാദ ശക്തികളാണ് ഇതിന് പിന്നിലെന്നും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി യുകെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. We have conveyed a deep concern to the UK authorities about the breach of security arrangements by UK-based separatist and extremist elements during External Affairs Minister's visit. While we have noted the statement issued by the UK Foreign Office on the matter, our view of its sincerity would depend on the action taken against culprits on this and previous occasions. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുന്ന കാര്യത്തിൽ യുഎസ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. വേനൽക്കാലത്ത് ഇക്കുറി സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എന്നാൽ വൈദ്യുതിയുടെ അമിത ഉപയോഗം ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. വേനൽക്കാല വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി കെഎസ്ഇബി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരായ തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയായതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വർഗീയ ആശയങ്ങളെയും സ്വത്വ രാഷ്ട്രീയത്തെയും ശക്തമായി പ്രതിരോധിക്കണമെന്ന അഭിപ്രായവും സമ്മേളനം ചർച്ച ചെയ്തതായി അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സമ്പന്നർക്കും കൂടി നൽകുന്നതിൽ പാർട്ടി നയം പുനർവിചിന്തനം ആവശ്യപ്പെടുന്നതായും ശ്രീ എം വി ഗോവിന്ദൻ അറിയിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അഫാനെ രാവിലെ കലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ടു പോവുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ചിക്കൻ പോക്സ് പടർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജ് ഈ മാസം 15 വരെ അടച്ചു. രോഗം പടരാതിരിക്കാൻ മെൻസ് ലേഡീസ് ഹോസ്റ്റലുകൾ അടയ്ക്കേണ്ടതുള്ളതിനാൽ
ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാവരും ഹോസ്റ്റലുകൾ ഒഴിയണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. 40ഓളം പ്രൈവറ്റ് ഹോസ്റ്റലുകൾ ഉൾപ്പെടെ എല്ലാ ഹോസ്റ്റലും അടയ്ക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകൾ നീണ്ടകര ഹാർബർ ഉപയോഗിച്ചതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഫിഷറീസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ ബോട്ടുകൾ കേരളത്തിലെ ഹാർബറുകൾ ഉപയോഗിക്കാൻ പെർമിറ്റ് ഉള്ളവയെന്ന് കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകൾ നീണ്ടകര ഹാർബറിലെത്തി മത്സ്യം വിൽക്കുന്നതിൽ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എത്തിയ തമിഴ്നാട് ബോട്ടുകളിലെ മത്സ്യങ്ങളിൽ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾ മണ്ണെണ്ണ ഒഴിക്കുകയും മത്സ്യം പിടിച്ചെടുക്കുകയും ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. സംഘർഷം ആവർത്തിക്കാതിരിക്കാൻ യോഗം വിളിക്കുമെന്ന് ഫിഷറീസ് അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുത്തിയോട്ട വ്രതാരംഭ ചടങ്ങുകൾ ഇന്ന് നടന്നു. 592 ബാലന്മാരാണ് ഇത്തവണ കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ മാസം 13-നാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ഭാഗമായി മാവേലിക്കരയിലെ AR രാജരാജവർമ്മ സ്മാരകത്തിൽ നാളെ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. അക്ഷര ശ്ലോക കളരി, പ്രഭാഷണം, നാടൻപാട്ട് സന്ധ്യ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് ഉന്നതതല യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കഴിഞ്ഞ ദിവസം വനം മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ചേർന്ന ജില്ലാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെ തീരുമാനത്തെ തുടർന്നായിരുന്നു പരിശോധന. കാട്ടാനകൾ തമ്പടിക്കുന്ന അടിക്കാടുകൾ വെട്ടിത്തെളിക്കാനുള്ള പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. തുടർന്ന് ആറളം ഫാം ഓഫീസിൽ ജനപ്രതിനിധികളും കലക്ടറും ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. അടിക്കാടുകൾ വെട്ടാനുള്ള പദ്ധതി തയ്യാറാക്കാൻ യോഗത്തിൽ നിർദ്ദേശവുമുയർന്നു. ട്രാൻസ്ഫോർമറുകളുടെ ക്ഷാമം കാരണം മലബാർ മേഖലയിലെ വൈദ്യുതി ഉപഭോക്താക്കൾ ഏറെ ദുരിതത്തിലാണെന്ന തരത്തിൽ വന്ന മാധ്യമവാർത്ത വസ്തുതാപരമല്ലെന്ന് KEB. കേടായ ട്രാൻസ്ഫോർമറുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കി വരികയാണ്. ട്രാൻസ്ഫോർമറുകൾ അപര്യാപ്തമാണെന്ന ആശങ്ക അസ്ഥാനത്താണെന്നും KEB അറിയിച്ചു. ഉറവിട മാലിന്യ സംസ്കരണം വഴി മാലിന്യ പ്രശ്നം ഇല്ലാതാക്കുന്നതിന് പുറമെ ഇതിലൂടെ വരുമാനവും ലഭിക്കും എന്ന് കാണിച്ചു തരികയാണ് പത്തനംതിട്ട നഗരസഭ. ജില്ലയിലെ 3 പ്രധാന ഓഫീസ് സമുച്ചയങ്ങളിലെ ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണത്തിലൂടെ 2.3 ടൺ ജൈവവളമാണ് നഗരസഭ വിൽപ്പന നടത്തിയത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലാ കളക്ടറേറ്റ്, SP ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണമാണ് ഗ്രീൻ വില്ലേജ് ഓഫീസ് തല മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ പത്തനംതിട്ട നഗരസഭ വിജയകരമായി നടപ്പിലാക്കി മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത്. ഓഫീസ് സമുച്ചയത്തിൽ പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള ഷെഡിലെ പോർട്ടബിൾ ബയോബിന്നിൽ നിക്ഷേപിച്ച് പ്രത്യേകം പ്രോസസ് ചെയ്ത ബയോക്ലീൻ എന്ന ഇനോക്കുലം ചേർത്തുവയ്ക്കുന്ന ജൈവ മാലിന്യം 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ വളമായി മാറും. പുഴുക്കളോ ദുർഗന്ധമോ ഉണ്ടാവുകയുമില്ല. തുടർന്ന് വളമായ മിശ്രിതം ചാക്കുകളിലും പാക്കറ്റുകളിലുമാക്കി വിൽക്കാൻ തരപ്പെടുത്തും. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ കൊടുവള്ളി MS സൊല്യൂഷൻ ഉടമ മുഹമ്മദ് ഷുഹൈബിനെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഷുഹൈബ് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ജാമ്യാപേക്ഷയിൽ കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാരൻ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞുവീണ് മരിച്ചു. മാണൂർ സ്വദേശി തയ്യിൽ അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ശമനമില്ല. 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. മറ്റന്നാൾ വരെ പാലക്കാട് ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നാളെ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 വനിതകൾ പുരസ്കാരം സ്വന്തമാക്കി. കേന്ദ്രമന്ത്രി S. ജയശങ്കറിന്റെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ UK അധികൃതരോട് ആശങ്ക പങ്കുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വേനൽക്കാലത്ത് സംസ്ഥാനത്ത് ഇക്കുറി ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി K. കൃഷ്ണൻകുട്ടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.